നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുന്നംകുളം ബസ് സ്റ്റാൻഡിലെ വൈദ്യുതി തൂണുകളിൽ പരസ്യ ബോർഡ് സ്ഥാപിക്കുന്നതിന് അനുമതി നൽകിയതിൽ അഴിമതിയെന്ന് ആരോപണം. നഗരസഭാ കൌൺസിൽ യോഗത്തിൽ കോൺഗ്രസ് അംഗങ്ങളുടെ പ്രതിഷേധം. റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച BJP അംഗങ്ങൾ കൌൺസിൽ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. തൃശൂർ കുന്നംകുളം റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ സമരവുമായി DYFI. പൊതുമരാമത്ത് വകുപ്പിന്റെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് ബുധനാഴ്ച PWD ഓഫീസിലേക്ക് DYFI കുന്നംകുളം ഈസ്റ്റ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിക്കും. ചൊവ്വന്നൂർ പുതുശ്ശേരിയിൽ വീടിന് നേരെ ആക്രമണം. വീട്ടുവളപ്പിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷ തല്ലി തകർത്തു. പുതുശ്ശേരി കുറുനെല്ലിപ്പറമ്പ് സ്വദേശി തട്ടാൻ വളപ്പിൽ വീട്ടിൽ മോഹനന്റെ വീടും വീടിന് സമീപത്ത് നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയുമാണ് തല്ലി തകർത്തത്. സംഭവത്തിൽ ഒരാൾ പിടിയിലായതായി സൂചന. ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജിന്റെ സപ്തതി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ആഘോഷ പരിപാടികൾ മന്ത്രി R. ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ലോഗോ പ്രകാശനവും ബിരുദദാന ചടങ്ങും മന്ത്രി നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. കുന്നംകുളം ബസ് സ്റ്റാൻഡിലെ വൈദ്യുതി തൂണുകളിൽ പരസ്യ ബോർഡ് സ്ഥാപിക്കുന്നതിന് അനുമതി നൽകിയതിൽ അഴിമതിയെന്ന് ആരോപണം. നഗരസഭാ കൌൺസിൽ യോഗത്തിൽ കോൺഗ്രസ് അംഗങ്ങളുടെ പ്രതിഷേധം. റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് BJP അംഗങ്ങൾ കൌൺസിൽ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. ചൊവ്വാഴ്ച നടന്ന കൌൺസിൽ യോഗത്തിൽ വിഷയം സംബന്ധിച്ച അജണ്ട അവതരിപ്പിച്ചതിനെ തുടർന്നായിരുന്നു കോൺഗ്രസ് പ്രതിഷേധം. കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിലെ 23 വൈദ്യുതി തൂണുകളിൽ പരസ്യ ബോർഡുകൾ സ്ഥാപിക്കുന്നതിന് സ്വകാര്യ പരസ്യ കമ്പനിയുടെ കൊട്ടേഷന് നഗരസഭാ ചെയർപേഴ്സൺ മുൻകൂർ അനുമതി നൽകിയിരുന്നു. കഴിഞ്ഞ ഓഗസ്റ്റ് 14 ചേർന്ന ധനകാര്യ സമിതിയുടെ യോഗത്തിൽ വിഷയം കൌൺസിലിലേക്ക് ശുപാർശ ചെയ്തിരുന്നു. ഇത് കൌൺസിലിൽ ചർച്ച ചെയ്യുന്നതിന് മുൻപ് ചെയർപേഴ്സൺ മുൻകൂർ അനുമതി നൽകിയതിൽ അഴിമതിയുണ്ടെന്ന് ഷാജി ആലിക്കൽ, ലബീബ് ഹസൻ ഉൾപ്പെടെയുള്ളവർ ആരോപിച്ചു. തുടർന്ന് കോൺഗ്രസ് അംഗങ്ങൾ ചെയർപേഴ്സന്റെ മേശയ്ക്ക് മുന്നിലെത്തി മുദ്രാവാക്യങ്ങൾ ഉയർത്തി പ്രതിഷേധിച്ചു. പ്രതിപക്ഷ ബഹളത്തിനിടയിൽ അജണ്ടകൾ വായിച്ച് അംഗീകരിച്ചതായി ചെയർപേഴ്സൺ പ്രഖ്യാപിച്ചു. നഗരത്തിലെ വിവിധ റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ചും അതിദരിദ്രർക്കുള്ള സഹായ പദ്ധതിയിലും ആശ്രയ കിറ്റ് വിതരണത്തിലും അലംഭാവം ഉണ്ടെന്ന് ആരോപിച്ചുമാണ് BJP അംഗങ്ങൾ കൌൺസിൽ യോഗം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയത്. മലങ്കര ആശുപത്രി റോഡിലെ കുഴി രാത്രിയിൽ അടയ്ക്കാൻ ശ്രമം നടത്തിയത് നാട്ടുകാർ തടഞ്ഞത് അപഹാസ്യമാണെന്നും BJP ആരോപിച്ചു. എന്നാൽ അതിദരിദ്രർക്കുള്ള സഹായവും ആശ്രയ പദ്ധതിയും നടപ്പിലാക്കാൻ തീരുമാനമായതായും പദ്ധതി വിഹിതം അനുവദിച്ചതുൾപ്പെടെ അറിവുള്ള കൌൺസിലർമാർ മറുപടി കേൾക്കാതെ ഇറങ്ങിപ്പോക്ക് നടത്തുന്നത് നാടകീയ രംഗങ്ങൾ സൃഷ്ടിക്കാനാണെന്നും ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ പ്രതികരിച്ചു. റോഡിലെ കുഴി രാത്രിയുടെ മറവിൽ അടയ്ക്കാൻ ശ്രമിച്ചതല്ലെന്നും വാഹനത്തിരക്ക് ഇല്ലാത്ത സമയത്ത് അടച്ചതാണെന്നും ചെയർപേഴ്സൺ വ്യക്തമാക്കി. മഴക്കാലമാകുമ്പോൾ കുഴിയാവും. പക്ഷെ നമുക്ക് റോഡിന്റെ പാച്ച് വർക്ക് ചെയ്യാൻ ടെൻഡർ ചെയ്താലാണ് സാധാരണ ചെയ്യാൻ നിയമപ്രകാരം പറ്റുള്ളൂ. ഈ പൈപ്പ് ലൈനിന്റെ വെള്ളം വരാത്ത സ്ഥലങ്ങളിലെ കുഴികൾ അടയ്ക്കാൻ നടത്തി പറ്റും. അതിനുശേഷം വീണ്ടും അവിടെ കുഴിയാവുന്നു എന്നുള്ളത് ശ്രദ്ധയിൽപ്പെട്ടതിന്റെ ഭാഗമായിട്ട് നമ്മളാരും രാത്രി കാലങ്ങളിൽ പോയിട്ട് ഒളിച്ചു ചെയ്യുന്ന ഒരു പ്രവർത്തനമല്ല. അത് രാത്രി വാഹനങ്ങളെ നിയന്ത്രിക്കാൻ പറ്റും. പകൽ മുഴുവൻ ആശുപത്രിയിലേക്ക് പോകുന്ന തിരക്ക് പിടിച്ച ഒരു വാഹനങ്ങൾ പോകുന്ന ഒരു വഴിയായതുകൊണ്ടാണ് രാത്രി സമയത്ത് അവിടെ അത് ചെയർമാന്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് എഞ്ചിനീയറിംഗ് വിഭാഗം ഒരു ഓവർസിയറെ അതിന്റെ വർക്ക് ചെയ്യുന്ന ആളുകളായിട്ട് പറഞ്ഞത്. അതല്ലാതെ ഒരു രഹസ്യ സ്വഭാവം ആ കാര്യത്തിലില്ല. നഗരത്തിലെ ട്രാഫിക് റെഗുലേറ്ററി ബോർഡിന്റെ പ്രവർത്തനങ്ങൾ പരാജയമാണെന്നും കൌൺസിലിൽ വിമർശനം ഉയർന്നു. ബോർഡ് യോഗങ്ങളിൽ ബസ്സുടമകൾ പറയുന്നത് അംഗീകരിക്കുന്ന സ്ഥിതിയാണുള്ളത്. ഒനീറോ ജംഗ്ഷനിൽ അപകടത്തിൽപ്പെട്ട ഓട്ടോറിക്ഷ റോഡിന് നടുക്ക് തന്നെ അപകട ഭീഷണിയായി കിടക്കുകയാണ്. പുതിയ ബസ് സ്റ്റാൻഡിലെ പോലീസ് എയ്ഡ് പോസ്റ്റ് പ്രവർത്തനരഹിതമാണെന്ന് ഉൾപ്പെടെയുള്ള വിഷയങ്ങളും പ്രതിപക്ഷാംഗങ്ങൾ ചർച്ചയിൽ അവതരിപ്പിച്ചു. വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ PM സുരേഷ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ T. സോമശേഖരൻ, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സജിനി പ്രേമൻ, ബിജു C. ബേബി, KK മുരളി, ഗീത ശശി തുടങ്ങിയവർ ചർച്ചകളിൽ പങ്കെടുത്തു. CCTV ന്യൂസ് കുന്നംകുളം. ചൊവ്വന്നൂർ പുതുശ്ശേരിയിൽ വീടിന് നേരെ ആക്രമണം. വീട്ടുവളപ്പിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷ തല്ലി തകർത്തു.
പുതുശ്ശേരി കുറുനെല്ലിപ്പറമ്പ് സ്വദേശി തട്ടാൻവളപ്പിൽ വീട്ടിൽ മോഹനന്റെ വീടും വീടിന് സമീപത്ത് നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയുമാണ് 3-അംഗ സംഘം തല്ലി തകർത്തത്. തിങ്കളാഴ്ച വൈകിട്ട് 6 മണിയോടെയായിരുന്നു സംഭവം. മോഹനനും കുടുംബവും ബന്ധുവീട്ടിലേക്ക് പോയ സമയത്താണ് വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലേക്ക് അജ്ഞാത സംഘം അതിക്രമിച്ചു കയറി വീടിന്റെ ഇരുവശങ്ങളിലായുള്ള ജനലിന്റെ ചില്ലുകളും വീടിന് സമീപത്ത് നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയും തല്ലി തകർത്തത്. അയൽവാസികൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് വീട്ടുകാർ എത്തിയപ്പോഴാണ് വാഹനവും വീടും അടിച്ചു തകർത്ത നിലയിൽ കണ്ടത്. കുന്നംകുളം പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തു. സംഭവത്തിൽ അക്രമികളിൽ ഒരാൾ കസ്റ്റഡിയിലായതായാണ് സൂചന. ഗൃഹനാഥയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കൂനമുച്ചി പാറക്കുളം റോട്ടിൽ പുലിക്കോട്ടിൽ അന്തോണിയുടെ ഭാര്യ 84 വയസ്സുള്ള പ്ലമേനയാണ് മരിച്ചത്. ഇവർ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിച്ചു വരികയായിരുന്നു. ഇവരുടെ പെൺമക്കൾ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ലഭിക്കാത്തതിനെ തുടർന്ന് സമീപവാസികളെ വിളിച്ച് അമ്മയെക്കുറിച്ച് അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടു. തുടർന്ന് സമീപവാസികൾ വീട് തുറന്നു നോക്കിയപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഗുരുവായൂർ SHO പ്രേമാനന്ദകൃഷ്ണൻ, സബ് ഇൻസ്പെക്ടർ ഷക്കീൽ അഹമ്മദ് എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സംഭവസ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബുധനാഴ്ച കൂനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയ സെമിത്തേരിയിൽ സംസ്കാരം നടത്തും. അൽഫോൺസ, ആലിസ് എന്നിവർ മക്കളാണ്. തൃശൂർ കുന്നംകുളം റോഡിന്റെ ശോചനീയ അവസ്ഥയ്ക്കെതിരെ സമരവുമായി ഡിവൈഎഫ്ഐ. പൊതുമരാമത്ത് വകുപ്പിന്റെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് ബുധനാഴ്ച PWD ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ കുന്നംകുളം ഈസ്റ്റ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിക്കും. 5 മാസത്തിലേറെയായി സഞ്ചാരയോഗ്യമല്ലാതായ തൃശൂർ കുറ്റിപ്പുറം പാതയുടെ അറ്റകുറ്റപ്പണി നടത്താൻ പണം അനുവദിച്ചിട്ടും നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിക്കാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന പൊതുമരാമത്ത് വകുപ്പിന്റെ ജനവിരുദ്ധ നിലപാടിൽ പ്രതിഷേധിച്ചാണ് ഡിവൈഎഫ്ഐ സമരത്തിനിറങ്ങുന്നത്. ആം ആദ്മി പാർട്ടി, BJP, SDPI, കോൺഗ്രസ് എന്നീ രാഷ്ട്രീയ പാർട്ടികൾ റോഡ് നിർമ്മാണം പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ട് സമരം നടത്തിയിരുന്നു. എന്നാൽ ഇടതടവില്ലാതെ സമരപരമ്പരകൾ അരങ്ങേറിയിട്ടും പൊതുമരാമത്ത് വകുപ്പിലെ ഉദ്യോഗസ്ഥ പ്രമാണികൾ ചെറുവിരലനക്കാൻ തയ്യാറാകാതിരുന്നതാണ് ഈ വഴിയിലൂടെയുള്ള യാത്ര ദുരിതമായി മാറിയതിന് കാരണം. സർക്കാരിന്റെ പ്രതിച്ഛായ തകർക്കാൻ ചില ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള ബോധപൂർവമായ ശ്രമമാണോ നിർമ്മാണ പ്രവൃത്തി വൈകിപ്പിക്കുന്നതിന് പിന്നിലെന്ന് സംശയിക്കുന്നതായി ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി KA സൈഫുദ്ദീൻ പറഞ്ഞു. സമയബന്ധിതമായി നിർമ്മാണം പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരരംഗത്തിറങ്ങുന്നതെന്നും സൈഫുദ്ദീൻ വ്യക്തമാക്കി. അറ്റകുറ്റപ്പണിക്ക് വേണ്ട ഫണ്ട് മാസങ്ങൾക്ക് മുമ്പേ പാസ്സാക്കിയിട്ടു. അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കാതിരിക്കുന്നതും പൂർത്തീകരിക്കാതിരിക്കുന്നതും ഇടതുപക്ഷ സർക്കാരിനെ എഴുത്തി കാണിക്കുന്നതിനു വേണ്ടി ഈ അറ്റകുറ്റപ്പണികൾ വൈകിപ്പിക്കുന്നത് മനഃപൂർവ്വമാണെന്നും അതിൽ ചില ഉദ്യോഗസ്ഥർക്ക് നല്ല പങ്കുണ്ടെന്നും ഡിവൈഎഫ്ഐ സംശയിക്കുന്നുണ്ട്. അറ്റകുറ്റപ്പണികൾ ഉടൻ പൂർത്തീകരിക്കണമെന്നും വേണ്ട ഇടപെടൽ അടിയന്തരമായി നടത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് PWD ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ കുന്നംകുളം ഈസ്റ്റ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെപ്റ്റംബർ മാസം 11 കാലത്ത് 10 മണിക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുകയാണ്. ഈ പ്രതിഷേധ മാർച്ച് ഡിവൈഎഫ്ഐയുടെ തൃശൂർ ജില്ലാ പ്രസിഡന്റ് സഖാവ് RL ശ്രീലാൽ ഉദ്ഘാടനം ചെയ്യും. പ്രതിഷേധ മാർച്ചിന് മുഴുവൻ ജനാധിപത്യ വിശ്വാസികളുടെയും ബഹുജനങ്ങളുടെയും പൂർണ്ണ പിന്തുണയുണ്ടാകണമെന്നും സഹകരണമുണ്ടാകണമെന്നും അഭ്യർത്ഥിക്കുകയാണ്. ചൂണ്ടൽ മുതൽ തൂവാനൂർ വരെയുള്ള ഭാഗത്തെ കുഴികൾ അടച്ചുവെങ്കിലും മഴുവഞ്ചേരി വരെയുള്ള ഭാഗത്തും കൈപ്രമ്പ് പഞ്ചായത്ത് പരിധിയിലും വലിയ കുഴികൾ ശാപമായി തുടരുകയാണ്. റോഡ് അറ്റകുറ്റപ്പണി നടത്തി സഞ്ചാരയോഗ്യമാക്കാൻ സർക്കാർ 59 ലക്ഷം രൂപ അനുവദിച്ചിട്ടും പ്രവൃത്തി പൂർത്തീകരിക്കാൻ നടപടി സ്വീകരിക്കാതെ വന്നതോടെയാണ് ഗത്യന്തരമില്ലാതെ സർക്കാരിനെതിരെ ഡിവൈഎഫ്ഐ സമരരംഗത്തേക്ക് ഇറങ്ങുന്നത്. CCTV ന്യൂസ്, കേച്ചേരി. കുന്നംകുളം വടക്കാഞ്ചേരി റോഡിൽ നിന്നും അടുപ്പുട്ടി പ്രദേശത്തേക്ക് തിരിയുന്ന റോഡിൽ രൂപപ്പെട്ട വൻ ഗർത്തം കാൽനട യാത്രികരെയും വാഹനയാത്രികരെയും ദുരിതത്തിലാക്കുന്നു. ഓണത്തിരക്കിനോടനുബന്ധിച്ച് നഗരത്തിൽ നിലവിൽ ഗതാഗത കുരുക്ക് രൂക്ഷമാണ്. അതിനാൽ വൺ വേ ആയി ഉപയോഗിക്കുന്ന ഈ റോഡിലൂടെ ഗതാഗതം വർദ്ധിച്ചിട്ടുണ്ട്. പള്ളിയും സ്കൂളും ആശുപത്രിയുമെല്ലാം നിലകൊള്ളുന്ന അടുപ്പുട്ടിയിലേക്കുമുള്ള പ്രധാന പാതയാണിത്. തൃശൂർ റോഡിലേക്കും വടക്കാഞ്ചേരി റോഡിലേക്കുമുള്ള വാഹനങ്ങളും ഈ വഴി തന്നെയാണ് കൂടുതലായും സഞ്ചരിക്കാറുള്ളത്. റോഡിൽ അപകട ഭീഷണി ഉയർത്തുന്ന വലിയ കുഴിക്ക് സമീപം ജലവിതരണ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നുണ്ട്. ഈ വെള്ളം ഇറങ്ങി വലിയ ചളിക്കുളമാണ് നിലവിൽ റോഡിൽ രൂപപ്പെട്ടിട്ടുള്ളത്. ഇതേ തുടർന്ന് വടക്കാഞ്ചേരി റോഡിൽ ഭാഗികമായി വലിയ ഗതാഗത കുരുക്കുകൾ രൂപപ്പെടുന്നതും പതിവാണ്. വാഹനങ്ങൾ അമിത വേഗതയിൽ എത്തുന്നതും കുഴി മറികടക്കാൻ വെട്ടിക്കുന്നതും ഇവിടെ വലിയ അപകടങ്ങൾക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയാണ്. സംഭവത്തിൽ അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം.
എരുമപ്പെട്ടി ചിറ്റണ്ട പൂങ്ങോട് വളവിന് സമീപം നിയന്ത്രണം വിട്ട കാർ തോട്ടിലേക്ക് മറിഞ്ഞു. വയനാട് നിന്നും ആലപ്പുഴയിലേക്ക് പോവുകയായിരുന്ന കുടുംബം സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. കാർ യാത്രികർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ചൊവ്വാഴ്ച രാവിലെ 9 മണിയോടെ ക്രെയിൻ എത്തിച്ചാണ് നാട്ടുകാരുടെ സഹായത്തോടെ വാഹനം തോടിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ഉയർത്തിയത്. മേഖലയിൽ അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. കുട്ടികളിൽ വായനാശീലം വളർത്താൻ ചാലിശ്ശേരി കവുക്കോട് മൊയ്തീൻ മാസ്റ്റർ മെമ്മോറിയൽ ALP സ്കൂളിൽ വായനാമുറി തുറന്നു. അകാലത്തിൽ മരണമടഞ്ഞ അബ്ദുൾ മനാഫിന്റെ സ്മരണയ്ക്കായി സ്കൂൾ മാനേജർ EM അബ്ദുറഹ്മാനും കുടുംബാംഗങ്ങളും ചേർന്ന് ഒരുക്കിയ വിപുലമായ വായനാമുറി കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദും എഴുത്തുകാരനും പരിഭാഷകനുമായ MG സുരേഷും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. അതല്ല പൗരബോധം എന്ന് പറയുന്നത്. ഈ നിയമമില്ലെങ്കിൽ പോലും, ഈ ഫൈനില്ലെങ്കിൽ പോലും അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ള ബോധം നമുക്കുണ്ടാകുമ്പോൾ അപ്പോൾ മാത്രമാണ് നമ്മൾ ഒരു പരിഷ്കൃത പൗര സമൂഹമായിട്ട് മാറുന്നത്. നിർഭാഗ്യവശാൽ നമുക്കത് കാണാനില്ല. വളരെ പ്രബുദ്ധമായിട്ടുള്ള നാടാണ് നമ്മൾ. വളരെ ഒരുപാട് ബുദ്ധിജീവികളും പണ്ഡിതന്മാരും ചിന്തകരും ഒക്കെ ഉള്ള ഒരു നാടാണെങ്കിൽ പോലും അടിസ്ഥാനപരമായിട്ടുള്ള പല പൗരധർമ്മങ്ങളും ബോധങ്ങളും ജനാധിപത്യം. പിഴ പേടിച്ച് നിയമം പാലിക്കുന്ന പൗരബോധമല്ല, പിഴയില്ലെങ്കിലും നിയമം അനുസരിക്കണമെന്ന പൗരധർമ്മമാണ് പരിഷ്കൃത സമൂഹത്തിന് വേണ്ടതെന്ന് റഫീഖ് അഹമ്മദ് അഭിപ്രായപ്പെട്ടു. മാനേജർ അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു. ചാലിശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാഹിറ ഖാദർ മുഖ്യാതിഥിയായി. PTA വൈസ് പ്രസിഡന്റ് KB ഷംന, മാതൃസമിതി പ്രസിഡന്റ് സജിന, SMC ചെയർമാൻ ഫൈസൽ മാസ്റ്റർ, അംഗം AM നൌഷാദ്, KT ജോസഫ്, RV ഖാലിദ്, EM ലത്തീഫ്, VA ജലീൽ, മുഹമ്മദ് ഷെരീഫ്, ഷംസുദ്ദീൻ, അദീബ് മനാഫ് എന്നിവർ ആശംസ നേർന്നു. ചടങ്ങിൽ പ്രശസ്ത മ്യൂറൽ ചിത്രകാരൻ മണികണ്ഠൻ പുന്നയ്ക്കൽ അദ്ദേഹത്തിന്റെ ട്രഡീഷണൽ മീഡിയം എന്ന പുസ്തകം സ്കൂളിലെ ലൈബ്രറിയിലേക്ക് കൈമാറി. പെരിങ്ങോട് സ്കൂളിലെ വിദ്യാർത്ഥിനിയായ ശിവരഞ്ജിനി വരച്ച റഫീഖ് അഹമ്മദിന്റെ ചിത്രം അദ്ദേഹത്തിന് സമ്മാനിച്ചു. പ്രധാനാധ്യാപകൻ ബാബു നാസർ സ്വാഗതവും PTA പ്രസിഡന്റ് TK ഷമീർ നന്ദിയും പറഞ്ഞു. CCTV ന്യൂസ് പെരുമ്പിലാവ്. മികച്ച നൃത്ത സംവിധാനത്തിനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ കുന്നംകുളം ആനായ്ക്കൽ സ്വദേശി MV ജിഷ്ണുവിന് കുന്നംകുളം ബ്യൂറോ ഓഫ് ആർട്സ് ആൻഡ് റിക്രിയേഷന്റെ ആദരം. നഗരസഭാ ടൗൺ ഹാളിൽ നടന്ന സ്വീകരണ യോഗത്തിൽ ബാർ പ്രസിഡന്റ് മാത്യു ചെമ്മണ്ണൂർ, സെക്രട്ടറി രവി ആനായ്ക്കൽ, വൈസ് പ്രസിഡന്റ് നാരായണൻ നമ്പൂതിരി, ട്രഷറർ MT പോൾസൺ എന്നിവർ അനുമോദന പ്രഭാഷണം നടത്തി. പുരസ്കാര ജേതാവ് ജിഷ്ണു മറുപടി പ്രസംഗം നടത്തി. തുടർന്ന് കൊല്ലം ആവിഷ്കാരയുടെ സൈക്കിൾ എന്ന നാടകവും അരങ്ങേറി. ൽ ആരംഭിച്ച പൂമുഖം ചാരിറ്റബിൾ ട്രസ്റ്റ് അക്ഷരസ്നേഹികളിൽ നിന്ന് പുസ്തകങ്ങൾ ശേഖരിച്ച് ബൃഹത്തായ വായനശാല നാടിന് സമർപ്പിക്കുവാൻ ഒരുങ്ങുന്നു. കൊച്ചനൂർ സെന്ററിൽ ചക്കിത്തറ റോഡിലുള്ള പൂമുഖത്തിന്റെ ആസ്ഥാന നിലയത്തിലാണ് വായനശാല തുടങ്ങുന്നത്. 2015 ഗൾഫിൽ നിന്നും രൂപം കൊണ്ട ചാരിറ്റബിൾ ട്രസ്റ്റ് 2017 രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചത്. സ്ഥാപക മെമ്പർഷിപ്പായി 100 പേരിൽ നിന്നും 1 ലക്ഷം രൂപ സമാഹരിച്ച് പ്രവർത്തനം വിപുലമാക്കുവാനായിരുന്നു തീരുമാനം. കിട്ടിയതും ഉറപ്പുള്ളതുമായ ഇവരുടെ വിഹിതവും ചേർത്ത് 67 ലക്ഷം രൂപയ്ക്ക് കൊച്ചനൂർ സെന്ററിൽ 24.5 സെന്റ് ഭൂമി വാങ്ങി. കൂടിയിരിക്കലിനിടയിൽ ആരോ പറഞ്ഞ കൊച്ചന്നൂർ വർത്താനമെന്ന പേരിൽ വാട്സപ്പ് ഗ്രൂപ്പ് പ്രവർത്തിക്കുകയും യുദ്ധത്തിനും സമാധാനത്തിനുമിടയിലെ പ്രവർത്തനത്തിൽ എഴുത്തുകാരൻ TV കൊച്ചുബാവയുടെ നേതൃത്വത്തിൽ ഗൾഫിൽ രൂപമെടുത്ത കൂട്ടായ്മയുടെ പൂമുഖം എന്ന സുന്ദരമായ പേരിൽ കൈകോർത്തു. അഷ്റഫ് പേങ്ങാട്ടയിൽ അഡ്മിനായാണ് വാട്സപ്പ് കൂട്ടായ്മ നടക്കുന്നത്. ആ പൂമുഖത്തിൻ്റെ പ്രഥമ ലക്ഷ്യം എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ വിവിധ തട്ടിലുള്ള എല്ലാ മനുഷ്യർക്കും ഒരുമിച്ച് വന്നിരിക്കാനും പരസ്പരം പരിചയപ്പെടാനും കാണാനും അവരൊക്കെ പ്രശ്നങ്ങൾ തമ്മിൽ പറയാനും ഉള്ളൊരു പൊതുവേദിയാണ് പൂമുഖം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൽ യാതൊരു ഉപാധികളില്ലാതെ ആർക്കും വന്നിരിക്കാൻ പറ്റണം. ഈ ഉമ്മർത്ത് വന്നിരിക്കുക, അവർക്ക് പറയാനുള്ളതും കേൾക്കാനുള്ളതും പരസ്പരം പറയുക, അങ്ങനെ ഒരു ഇൻട്രാക്ഷൻ ചെയ്യുക. ഇവിടെ ഇപ്പോൾ വളർന്നു വരുന്ന കുട്ടികൾക്കൊക്കെ പരസ്പരം പരിചയം. അവർ പലരും പല സ്കൂളിലും പല സാഹചര്യങ്ങളിലും വിദേശത്തൊക്കെ പഠിക്കുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ അവർക്ക് നാട്ടിൽ പൂമുഖത്തോടെ 2 മുറികളടക്കം 800ഓളം സ്ക്വയർ ഫീറ്റ് കെട്ടിടം പണിതു. എഴുത്തുകാരനും പൂമുഖത്തിന്റെ ഊർജ്ജവുമായ VK ശ്രീരാമന്റെ ആശയത്തിൽ മാറ്റം വരുത്തിയ തൂണുകൾ കെട്ടിടത്തിന്റെ മുഖച്ഛായ മാറ്റി. വിശാലമായ ഉമ്മറത്തിന് മേൽക്കൂരയും കോടിയും ഓടുമേഞ്ഞതോടെ പഴമയിൽ പുതുമയാർന്ന പേരിനൊത്ത പൂമുഖം ഉയർന്നു. 2018 പ്രളയത്തിൽ തകർന്ന 8 വീടുകളിലെ കുടുംബാംഗങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റുവാനുള്ള സഹായവും നിരവധി വീടുകളുടെ നിർമ്മാണവും നവീകരണവും ഏറ്റെടുത്ത് നടത്തുകയും ചെയ്തു. കൊറോണ സമയത്ത് ചങ്ങരംകുളം സൺറൈസ് ഹോസ്പിറ്റലുമായി സഹകരിച്ച് വാക്സിനേഷൻ ക്യാമ്പ്, ബിഗ് സ്ക്രീനിൽ വേൾഡ് കപ്പ് പ്രദർശനം, ആദരസന്ധ്യ എന്നിവയും നടത്തിയിരുന്നു.
ഉസ്മാൻ പള്ളിക്കരയിൽ പ്രസിഡന്റായും ബിജു കണ്ടംപുള്ളി സെക്രട്ടറിയായും അഷ്റഫ് പേങ്ങാട്ട് ട്രഷററായും 15 പേരടങ്ങിയ പൂമുഖം സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. പുസ്തകം നൽകുവാൻ ആഗ്രഹിക്കുന്നവർ 94 96 90 66 44 എന്ന നമ്പറിലോ പൂമുഖം@gmail.com എന്ന ഇമെയിലിലോ ബന്ധപ്പെടാവുന്നതാണ്. CCTV ന്യൂസ് പുന്നേർകുളം. ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജിന്റെ സപ്തതി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ആഘോഷ പരിപാടികൾ മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ലോഗോ പ്രകാശനവും ബിരുദദാന ചടങ്ങും മന്ത്രി നിർവഹിച്ചു. കോളേജ് മാനേജർ സിസ്റ്റർ ലിറ്റിൽ മേരി അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പാൾ സിസ്റ്റർ ഡോക്ടർ ജെ ബിൻസി സന്ദേശം നൽകി. 500ഓളം വിദ്യാർത്ഥിനികൾ ബിരുദം ഏറ്റുവാങ്ങി. ഡോക്ടർ ഹിത പോൾസൺ, ഡോക്ടർ സ്വപ്ന ജോണി തുടങ്ങിയവർ സംസാരിച്ചു. കോട്ടൂൽ മഹല്ല് സെൻട്രൽ ജുമാ മസ്ജിദ് പരിപാലന സമിതിയിലേക്ക് ഞായറാഴ്ച വഖഫ് ബോർഡ് നിശ്ചയിച്ച റിട്ടേണിംഗ് ഓഫീസർ അഡ്വക്കേറ്റ് PU അലിയുടെ മേൽനോട്ടത്തിൽ രഹസ്യ ബാലറ്റിലൂടെ തെരഞ്ഞെടുപ്പ് നടത്തി. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പോലീസ് സുരക്ഷയും ഒരുക്കിയിരുന്നു. VA ഉമർ മൗലവി പ്രസിഡന്റ്, MM ഇബ്രാഹിം മുസ്ലിയാർ സെക്രട്ടറി, KA ഷാഹു ട്രഷറർ എന്നിവരെയും നിർവാഹക സമിതി അംഗങ്ങളെയും തെരഞ്ഞെടുത്തു. എടക്കഴിയൂർ പഞ്ചവടി ബീച്ചിൽ തട്ടുകടയിൽ നിന്നും 1,00,000 ലക്ഷം രൂപയോളം വില വരുന്ന ഇൻവെർട്ടർ ബാറ്ററി മോഷണം പോയ സംഭവത്തിലെ പ്രതികളെ ചാവക്കാട് പോലീസ് പിടികൂടി. പഞ്ചവടി സ്വദേശികളായ നാലകത്ത് തിരുത്തിക്കാട്ടിൽ വീട്ടിൽ റിയാസ്, കിഴക്കേത്തറ വീട്ടിൽ അബ്ദുൾ റഷീദ് എന്നിവരെയാണ് ചാവക്കാട് പോലീസ് ഇൻസ്പെക്ടർ VV വിമലിന്റെ നേതൃത്വത്തിൽ പിടികൂടിയത്. ശനിയാഴ്ച പുലർച്ചെയാണ് കേസിനാസ്പദമായ സംഭവം. പഞ്ചവടി ബീച്ചിൽ തട്ടുകട നടത്തിയിരുന്ന ചാക്കോലയിൽ സീനത്ത് നടത്തുന്ന ബിസ്മി തട്ടുകടയിലെ ഇൻവെർട്ടറിന്റെ ബാറ്ററിയാണ് പ്രതികൾ മോഷ്ടിച്ചു കൊണ്ടുപോയത്. പരിസര പ്രദേശങ്ങളിലെ CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രദേശവാസികൾ തന്നെയാണ് പ്രതികളെന്ന് പോലീസ് തിരിച്ചറിഞ്ഞത്. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്നായി പ്രതികളെ അറസ്റ്റ് ചെയ്തത്. വാഹനങ്ങളിൽ നിന്നും മറ്റുമായി നിരവധി ബാറ്ററികളായാണ് അടുത്തിടെ നഷ്ടമായത്. ഇതേക്കുറിച്ചുള്ള വിശദമായ അന്വേഷണത്തിലാണ് പോലീസ്. സബ് ഇൻസ്പെക്ടർമാരായ ശ്രീജു, ലത്തീഫ്, സിവിൽ പോലീസ് ഓഫീസർമാരായ അൻവർ സാദത്ത്, ഹംദ്, സന്ദീപ്, മെൽവിൻ, പ്രദീപ്, വിനോദ് എന്നിവർ പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. കാട്ടുകമ്പാൽ സ്രായിക്കടവിൽ ടൂറിസം പദ്ധതിയുടെ ഭാഗമായി ബോട്ട് സർവീസ് ആരംഭിക്കുന്നു. പഞ്ചായത്തും ഡ്രീം ഇക്കോ വാട്ടർ സ്പോർട്സ് ആൻഡ് ടൂറിസവുമായി ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വ്യാഴാഴ്ച 12-ന് K രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം നിർവഹിക്കും. AC മൊയ്തീൻ MLA അധ്യക്ഷത വഹിക്കും. യാത്രക്കാർക്ക് സ്വയം തുഴയാവുന്ന രീതിയിലുള്ള ബോട്ടാണ് ആദ്യഘട്ടത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. കാൽകൊണ്ട് ചവിട്ടി നീക്കാവുന്ന തരത്തിലുള്ള ബോട്ടുകളും കൊണ്ടുവരാനുള്ള ഒരുക്കത്തിലാണ് അധികൃതർ. 6 മാസത്തോളം വെള്ളം നിറഞ്ഞുകിടക്കുന്ന പാടശേഖരങ്ങളിൽ ബോട്ട് സർവീസ് നടത്താനാകും. ഇന്ത്യൻ കോഫി ഹൌസ് എംപ്ലോയീസ് യൂണിയൻ CITU ഗുരുവായൂരിൽ സത്യാഗ്രഹ സമരം നടത്തി. അവകാശങ്ങൾക്ക് വേണ്ടി സമരം നടത്തിയ തൊഴിലാളികളെ തൃശൂർ ആസ്ഥാനമായ ഇന്ത്യൻ കോഫി ഹൌസ് മാനേജിംഗ് കമ്മിറ്റി ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് സത്യാഗ്രഹം നടത്തിയത്. കിഴക്കേ നടയിൽ നടന്ന സത്യാഗ്രഹ സമരം CITU ചാവക്കാട് ഏരിയ സെക്രട്ടറി AS മനോജ് ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് R മനോജ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി P പ്രകാശ്, സംസ്ഥാന കമ്മിറ്റി അംഗം K പ്രദീപ് തുടങ്ങിയവർ സംസാരിച്ചു. ഒരുമനയൂർ ഗ്രാമപഞ്ചായത്തിന്റെ ചിരകാല അഭിലാഷമായ ഹോമിയോ ഡിസ്പെൻസറി യാഥാർത്ഥ്യമായി. NK അക്ബർ MLA ഹോമിയോ ആശുപത്രി നാടിന് സമർപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷ് അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആഷിത, ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് VM മുഹമ്മദ് സാലി, വൈസ് പ്രസിഡന്റ് KV കബീർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായി കയ്യുമു ടീച്ചർ, KV രവീന്ദ്രൻ, ET ഫിലോമിന, ബ്ലോക്ക് മെമ്പർമാരായ ഷൈനി ഷാജി, മിസ്രിയ മുസ്താഖ് അലി, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. കടങ്ങോട് പഞ്ചായത്തിലെ അംഗൻവാടികളിലെ സ്ഥിര നിയമനത്തിന് യോഗ്യതയുള്ളവരെ നിയമിക്കണം എന്നാവശ്യപ്പെട്ട് CPI ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ഇന്റർവ്യൂ ബോർഡിലെ നോമിനേറ്റഡ് അംഗങ്ങളെ തീരുമാനിച്ചത് ഭരണസമിതിയിലെ ഒരേ പാർട്ടിയിലെ 7 അംഗങ്ങൾ മാത്രമാണെന്നും ആകെയുള്ള 11 അംഗങ്ങളിൽ 7 പേർ മാർക്കിട്ടാൽ 70% വരെ മാർക്ക് ഉദ്യോഗാർത്ഥിക്ക് ലഭിക്കുമെന്നും ഇതേ അംഗങ്ങൾ വിചാരിക്കുന്ന ആളുകൾക്ക് മാത്രമേ ജോലി കിട്ടുകയുള്ളൂ എന്നും CPI ആരോപിച്ചു. ഇത്തരത്തിൽ ഒരേ പാർട്ടികളുടെ ആളുകൾ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുകയാണെന്നും നിയമനങ്ങൾ നടക്കേണ്ടത് ജില്ലാ വനിതാ ശിശുവികസന ഓഫീസർ മുഖാന്തരമാണെന്നും യോഗം വിലയിരുത്തി. CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി TP ജോസഫ് ഉദ്ഘാടനം ചെയ്തു. PV ജോൺസൺ അധ്യക്ഷനായി. ലോക്കൽ കമ്മിറ്റി അംഗം സത്താർ നീണ്ടൂർ, CP അലിക്കുട്ടി, H ഹസൻകുട്ടി, PK ബാബു എന്നിവർ സംസാരിച്ചു.
സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കുന്നംകുളം നോർത്ത് യൂണിറ്റ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തുക കൈമാറി. യൂണിയൻ കുന്നംകുളം നോർത്ത് യൂണിറ്റ് അംഗങ്ങളിൽ നിന്നും സമാഹരിച്ച 1,26,120 രൂപയും രേഖകളും യൂണിറ്റ് പ്രസിഡന്റ് M.A. വേലായുധൻ, സെക്രട്ടറി ഡെന്നിസ് മങ്ങാട് എന്നിവർ ചേർന്ന് കുന്നംകുളം ട്രഷറി ഓഫീസർ G. കിഷോറിന് കൈമാറി. ട്രഷറി സൂപ്രണ്ട് നിഷോർ, സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ബ്ലോക്ക് സെക്രട്ടറി C.G. ജോബുരാജ്, ജോയിന്റ് സെക്രട്ടറി P.K. വേലു തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി ഓണവിശേഷം. തുമ്പിലാടുമൊരു തുമ്പിക്കുഞ്ഞോളെ പൂക്കളത്തിലടയാമോ അനിഴം നാളിൽ ഗുരുവായൂർ ക്ഷേത്ര നടയിലെ പൂക്കളത്തിൽ വിരിഞ്ഞത് മഹാവിഷ്ണുവിന്റെ രണ്ടാമത്തെ അവതാരമായ കൂർമാവതാരം. ഗുരുവായൂരിലെ കൃഷ്ണ മെറ്റൽസ് ഉടമ ശ്രീജിത്തിന്റെ വഴിപാടായാണ് പൂക്കളം തീർത്തത്. ഗുരുവായൂർ സ്വദേശികളായ രമേശ് ബാലാമണി, കിഷോർ ഗുരുവായൂർ എന്നിവരുടെ നേതൃത്വത്തിൽ മുകേഷ് മുരളി, സുരേഷ് സാരഥി, കലാ സുഭാഷ്, നിഖിൽ വിശ്വം, മനോജ് മിന്നൂസ്, വിപിൻ വിശ്വനാഥൻ എന്നിവരാണ് 20 അടി നീളവും 15 അടി വീതിയുമുള്ള പൂക്കളം ഒരുക്കിയത്. ഇതിനായി 60 കിലോ പൂക്കളാണ് വേണ്ടിവന്നത്. പൊന്നോണത്തെ വരവേൽക്കാൻ മലയാള നാട് ഒരുങ്ങി. വിവിധയിടങ്ങളിൽ ഓണക്കോടി വിതരണവും ഓണച്ചന്തകളുടെ ഉദ്ഘാടനവും പുഷ്പ പച്ചക്കറി കൃഷികളുടെ വിളവെടുപ്പും നടന്നു. വിശദാംശങ്ങളിലേക്ക്. CCTVയിൽ നടന്ന ഓണാഘോഷങ്ങൾ വർണ്ണാഭമായി. രാവിലെ നടന്ന ചടങ്ങിൽ മുതിർന്ന കേബിൾ TV ഓപ്പറേറ്റർ K.A. വേലായുധൻ, CCTV ഡയറക്ടർമാരായ K.C. ജോസ്, CS സുരേഷ്, PM സോമൻ, ജനറൽ മാനേജർ സിന്ധു ജോസ് എന്നിവർ തിരിതെളിയിച്ചു. ജീവനക്കാരുടെ വിവിധ കലാപരിപാടികൾ ആകർഷകമായി. തിരുവാതിരക്കളി, സിനിമാറ്റിക് ഡാൻസ്, ഓണപ്പാട്ട് അവതരണവും ഉണ്ടായി. CCTV ചെയർമാൻ K.C. ജോൺസൺ, മാനേജിംഗ് ഡയറക്ടർ T.V. ജോൺസൺ, ഡയറക്ടർമാരായ N.B. അബ്ദുസമദ്, V. ശശികുമാർ, PM സോമൻ, K.V. ശിവദാസൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കേബിൾ TV ഓപ്പറേറ്റർമാരും ജീവനക്കാരും പങ്കെടുത്തു. കസേരക്കളി, സ്പൂൺ റൈസ്, സുന്ദരിക്ക് പൊട്ടുകുത്തൽ തുടങ്ങിയ മത്സരങ്ങൾ ആവേശകരമായി. ഓണസദ്യയും ഒരുക്കിയിരുന്നു. കോൺഗ്രസ് അടുപ്പുട്ടി ബൂത്ത് പ്രസിഡന്റായിരുന്ന ജെയ്സന്റെ സ്മരണയ്ക്കായി ഓണക്കിറ്റ് വിതരണം ചെയ്തു. അടുപ്പുട്ടി വികസന സംഘം ഹാളിൽ മുൻ MLA MP വിൻസെന്റ് ജെയ്സന്റെ മാതാവിന് ആദ്യ കിറ്റ് നൽകി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മികച്ച കർഷകൻ TT സുധാകരനെ ഉപഹാരം നൽകി ആദരിച്ചു. വാർഡ് കൌൺസിലർ ഷാജി ആലിക്കൽ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറിമാരായ KC ബാബു, CI ഇട്ടി മാത്യു, ബിജോയ് ബാബു, കോൺഗ്രസ് കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് PI തോമസ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ്, കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റ് രാജൻ ചുങ്കത്ത്, CB ബേബി, ബിജു C ബേബി, മിനി മോൻസി തുടങ്ങിയവർ സംസാരിച്ചു. അരി, പച്ചക്കറി, പലവ്യഞ്ജന സാധനങ്ങൾ അടങ്ങിയ കിറ്റ് 500 പേർക്കാണ് നൽകിയത്. കാണിപ്പയ്യൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ഓണത്തോടനുബന്ധിച്ച് ആരംഭിച്ച നേന്ത്രക്കുല വിപണന കേന്ദ്രത്തിന്റെയും ട്രാക്ടർ റോട്ടർ പാർട്സുകളുടെ വിപണന കേന്ദ്രത്തിന്റെയും ഉദ്ഘാടനം നടന്നു. കാണിപ്പയ്യൂർ കുരിശുപള്ളിക്ക് സമീപത്തെ ബ്രാഞ്ച് ഓഫീസ് കെട്ടിടത്തിലാണ് വിപണന കേന്ദ്രങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. നേന്ത്രക്കുലയ്ക്ക് വില ഉയർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സാധാരണക്കാർക്കും വാങ്ങാവുന്ന രീതിയിൽ കിലോയ്ക്ക് 40 രൂപ നിരക്കിലാണ് ബാങ്ക് നേന്ത്രക്കായ വിപണി ആരംഭിച്ചിട്ടുള്ളത്. വിപണന കേന്ദ്രങ്ങളുടെ ഉദ്ഘാടനം മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ K. ജയശങ്കർ നിർവഹിച്ചു. ആദ്യ വിൽപ്പന നടത്തി. ബാങ്ക് പ്രസിഡന്റ് CV ജോയ് അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് ഗിരീഷ് കുമാർ, ഭരണസമിതി അംഗങ്ങളായ CS ഷാജു, ശശി പൂവത്ത്, ഉണ്ണികൃഷ്ണൻ, മുത്തു നാലകത്ത്, സ്റ്റാൻലിൻ, ബാങ്ക് സെക്രട്ടറി MM നസീർ, ബാങ്ക് ജീവനക്കാർ, ബാങ്ക് മെമ്പർമാർ, സഹകാരികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കല്ലഴി മ്യൂസിക്സിന്റെ 12ാമത് ഗാനോപഹാരം കതിരാടും പാടം ഓണപ്പാട്ട് പ്രശസ്ത സിനിമാ താരം VK ശ്രീരാമൻ പ്രകാശനം ചെയ്തു. ഗാനത്തിന്റെ രചനയും സംഗീതവും നിർവഹിച്ചിരിക്കുന്നത് ബിനു K. ബാലകൃഷ്ണനാണ്. ആലാപനം ചന്ദ്രബാബുവും രഞ്ജിനി രഞ്ജിത്തും
ഓർക്കസ്ട്ര വിൽസൺ കെ എക്സ്, റിഥം സന്ദീപ് എൻ വെങ്കിടേഷ്, ഫ്ലൂട്ട് സുഭാഷ് ചേർത്തല, ഗിറ്റാർ അനുരാഗ് എന്നിവരാണ്. ഗാനചിത്രീകരണം സ്നാപ്ഷൂട്ട് ഗുരുവായൂർ. കുന്നംകുളം പരിസര പ്രദേശങ്ങളിലും കോഴിക്കോടുമായാണ് ഗാനം ചിത്രീകരിച്ചിരിക്കുന്നത്. ഗാനം കല്ലഴി മ്യൂസിക്സിന്റെ യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കല്ലഴി മ്യൂസിക്സിന്റെ ആദ്യ ഓണപ്പാട്ട് ആവണി പൊന്നൂഞ്ഞാലിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചിരുന്നത്. കതിരാടും പാടം കൊയ്യും കുഞ്ഞാറ്റം പൂങ്കിളിയെ നീ 10 പറ നെല്ലും നളന്നു മാറ്റിവയ്ക്കൂലേ. വിധവ ക്ഷേമ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്നേഹസംഗമം എന്ന പേരിൽ ഓണം റിലീഫ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. ബെതനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. വിധവ ക്ഷേമ സംഘം സംസ്ഥാന രക്ഷാധികാരി MD രാജീവ് അധ്യക്ഷത വഹിച്ചു. ജീവകാരുണ്യ പ്രവർത്തകരായ വിശ്വനാഥൻ ചുള്ളിയിൽ, ഭാര്യ സത്യഭാമ, സാമൂഹ്യ പ്രവർത്തകൻ ബി ഉണ്ണിക്കണ്ണൻ മാസ്റ്റർ, മാനവ സേവാ മഠം രക്ഷാധികാരി സുനിൽകുമാർ, ഫാദർ ബെഞ്ചമിൻ OIC എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ 150 പേർക്ക് റിലീഫ് കിറ്റ് വിതരണം ചെയ്തു. വിധവ ക്ഷേമ സംഘം സെക്രട്ടറി കുമാരി സ്വാഗതവും സുജാത നന്ദിയും പറഞ്ഞു. ചാവക്കാട് നഗരസഭ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ പ്രവർത്തനം ആരംഭിച്ച ഓണച്ചന്തയുടെ ഉദ്ഘാടനം മുനിസിപ്പൽ സ്ക്വയറിൽ നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് നിർവഹിച്ചു. CDS ചെയർപേഴ്സൺ ജീന രാജീവ് അധ്യക്ഷത വഹിച്ചു. CDS വൈസ് ചെയർപേഴ്സൺ സജിദ സലാം, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PS അബ്ദുൾ റഷീദ്, ഷാഹിന സലീം, ബുഷ്ര ലത്തീഫ്, അഡ്വക്കേറ്റ് AB മുഹമ്മദ് അൻവർ, പ്രസന്ന രണദിവെ, കൌൺസിലർമാരായ MB പ്രമീള, അക്ബർ കോനോത്ത്, ഉമ്മർ എന്നിവർ സംസാരിച്ചു. പുന്നേർകുളം പഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 15-ാം വാർഡ് തൊഴിലുറപ്പും CDSഉം സംയുക്തമായി നടത്തിയ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. 15-ാം വാർഡിൽ കരുത്തക്ക അലിയാമുണ്ണിയുടെ പറമ്പിൽ നടത്തിയ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് പുന്നേർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ നിർവഹിച്ചു. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷനും വാർഡ് മെമ്പറുമായ ആലത്തയിൽ മൂസ അധ്യക്ഷത വഹിച്ചു. തൊഴിലുറപ്പ് മേറ്റ് സുമ മോഹനൻ, CDS അംഗം സാബിറ ബീരാൻ, NREG S സുമി, ഹരിതകർമ്മസേനാംഗം രാഗി, PK ബീരാൻ, MK ഹാജി, രാധാ സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. 15-ാം വാർഡിൽ 10 പേരടങ്ങിയ യൂണിറ്റാണ് പഞ്ചായത്തിൽ നിന്ന് ₹1.25 പ്രകാരം 500 ചെണ്ടുമല്ലി തൈകൾ വാങ്ങി നട്ടത്. വിളവെടുത്ത പൂക്കൾ വിപണിയിൽ വിൽക്കുമെന്ന് തൊഴിലുറപ്പ് മേറ്റ് സുമ മോഹനൻ പറഞ്ഞു. പഴഞ്ഞി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിലുള്ള ഓണവിപണിയുടെ ഉദ്ഘാടനം മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം K ജയശങ്കർ നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് സാംസൺ പുലിക്കോട്ടിൽ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് VK മുഹമ്മദ്, ഭരണസമിതി അംഗങ്ങളായ M ഉദയശങ്കർ, വിൽസൺ പഴഞ്ഞി, ജെയ്സൺ ചീരൻ, സജു K ഡേവിഡ്, സുബ്രു ഐനൂർ, മോളി തമ്പി, സുനിത ചന്ദ്രൻ, ബാങ്ക് സെക്രട്ടറി സെലിൻ ഇട്ടൂപ്പ് തുടങ്ങിയവർ സംസാരിച്ചു. മറ്റം സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ബാങ്ക് ഹെഡ് ഓഫീസിൽ ആരംഭിച്ച ഓണച്ചന്തയുടെ ഉദ്ഘാടനം ഗുരുവായൂർ അർബൻ ബാങ്ക് മുൻ പ്രസിഡന്റും DCC ജനറൽ സെക്രട്ടറിയുമായ V വേണുഗോപാൽ നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് റൂബി ഫ്രാൻസിസ് അധ്യക്ഷയായി. കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് PV നിവാസ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാജു തരകൻ, ബാങ്ക് മുൻ ഡയറക്ടർ NA നൌഷാദ്, ബാങ്ക് വൈസ് പ്രസിഡന്റ് MM ജോസ്, ഭരണസമിതി അംഗങ്ങളായ അപ്പു ആളൂർ, MA നജീർ, TI ജോബി, K പ്രമോദ്, ബിജു കാക്കശ്ശേരി, സിംസൺ ജോർജ്, ഗ്ലോറി സജീവ്, ഷെൽബിൻ മറ്റം, ജെൻസി ജെയ്സൺ, സെക്രട്ടറി CN രംഗീഷ് എന്നിവർ സംസാരിച്ചു. പച്ചക്കറി, പലവ്യഞ്ജനങ്ങൾ എന്നിവയ്ക്കൊപ്പം നേന്ത്രക്കുലകളും വിൽപ്പനയ്ക്കായി ഓണച്ചന്തയിൽ സജ്ജമാക്കിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ പൂവത്തൂരിൽ ആരംഭിച്ച ഓണച്ചന്തയുടെ ഉദ്ഘാടനം മുരളി പെരുന്നലി MLA നിർവഹിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ അധ്യക്ഷയായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ AM റജീന, കൊച്ചപ്പൻ വടക്കൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി, എളവള്ളി ഗ്രാമപഞ്ചായത്ത് അംഗം ജീന അശോകൻ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ PG സുബിദാസ്, ഷാജി കാക്കശ്ശേരി, BC വിൻസെന്റ്, PL ഡൊമിനി, ചാവക്കാട് ഡിപ്പോ മാനേജർ CJ പ്രിൻസി, റേഷനിംഗ് ഇൻസ്പെക്ടർ ഉഷ എന്നിവർ സംസാരിച്ചു. കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിലുള്ള ഓണച്ചന്തയ്ക്ക് തുടക്കമായി. മറ്റം ചോയ്സ് ഓഡിറ്റോറിയത്തിൽ സജ്ജമാക്കിയ ഓണച്ചന്തയുടെ ഉദ്ഘാടനം മുരളി പെരുന്നലി MLA നിർവഹിച്ചു. ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ NM ബാലചന്ദ്രൻ അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗങ്ങളായ ശരത് രാമനുണ്ണി, PK അസീസ്, ഷീബ ചന്ദ്രൻ, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ പുഷ്പലത സുധാകരൻ, വൈസ് പ്രസിഡന്റ് ഭാനു ബാസൻ എന്നിവർ സംസാരിച്ചു. നാടൻ പച്ചക്കറികൾ, വസ്ത്രങ്ങൾ, പലഹാരങ്ങൾ, സദ്യവട്ടത്തിനുള്ള കറികൾ, ബിരിയാണി തുടങ്ങിയവയാണ് ചന്തയിൽ വിൽപ്പനയ്ക്കായി സജ്ജമാക്കിയിട്ടുള്ളത്. 13-ാം തീയതി വരെയുള്ള ദിവസങ്ങളിലാണ് ഓണച്ചന്ത ഉണ്ടാവുക. എരുമപ്പെട്ടി പഞ്ചായത്ത് 16-ാം വാർഡ് കുടുംബശ്രീ നീർമാതളം JLG ഗ്രൂപ്പ് നടത്തിയ ചെണ്ടുമല്ലി പൂക്കൃഷിയുടെ
വിളവെടുപ്പ് നടന്നു. ഓണത്തിനാവശ്യമായ പൂക്കൾ പ്രാദേശികമായി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ എരുമപ്പെട്ടി പഞ്ചായത്തും കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പും കുടുംബശ്രീയും സംയുക്തമായാണ് പദ്ധതി നടപ്പിലാക്കിയത്. മങ്ങാട് ക്ഷേത്രത്തിനടുത്ത് മുരളി നമ്പീശന്റെ വീട്ടിലാണ് പൂക്കൃഷി ചെയ്തത്. പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വസന്തലാൽ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അധ്യക്ഷയായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സുമന സുഗതൻ, ഷീജ സുരേഷ്, അംഗങ്ങളായ എം കെ ജോസ്, ഇ എസ് സുരേഷ്, എൻ പി അജയൻ, കെ ബി ബബിത, സ്വപ്ന പ്രദീപ്, സുധീഷ് പറമ്പിൽ, സി ഡി എസ് ചെയർപേഴ്സൺ നകുല പ്രമോദ്, വൈസ് ചെയർപേഴ്സൺ രമ്യ മനോജ് എന്നിവർ സംസാരിച്ചു. കരിക്കാട് നന്മ ചാരിറ്റി ട്രസ്റ്റ് നടത്തിയ അമ്മയ്ക്കൊരു ഓണക്കോടി പദ്ധതി ശ്രദ്ധേയമായി. കരിക്കാട് സെന്ററിൽ നടന്ന ഓണക്കോടി വിതരണത്തിന്റെ ഉദ്ഘാടനം സംഘടനാ രക്ഷാധികാരി എൻ കെ അലി നിർവഹിച്ചു. ചാരിറ്റി പ്രസിഡന്റ് യൂസഫ് ആലുങ്കൽ അധ്യക്ഷത വഹിച്ചു. കരിക്കാട് മേഖലയിലെ തെരഞ്ഞെടുത്ത 100ഓളം അമ്മമാർക്കാണ് ചടങ്ങിൽ ഓണക്കോടികൾ വിതരണം ചെയ്തത്. നന്മ പ്രവർത്തകരായ അഷ്റഫ് മാനംകണ്ടത്ത്, ജമാൽ കരിക്കാട്, പി എസ് വിജയൻ, സ്റ്റാൻലി സൈമൺ, എൻ എം ഖാലിദ്, ബി വൈ ഷറഫുദ്ദീൻ, എൻ എം മൊയ്തീൻകുട്ടി തുടങ്ങിയവർ ഓണക്കോടി വിതരണം ചെയ്തു. GHS കടവല്ലൂർ NSS വോളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ നടത്തിയ ചെണ്ടുമല്ലി പൂക്കൃഷിയുടെ വിളവെടുപ്പ് സ്കൂൾ PTA പ്രസിഡന്റ് സുധീർ, സ്കൂൾ പ്രധാന അധ്യാപിക ഷേർലി എം പെലക്കാട്ടിന് പൂക്കൾ നൽകി നിർവഹിച്ചു. NSS കുട്ടികൾ ഓണത്തിനൊരുവട്ടി പൂവ് പദ്ധതിയുടെ ഭാഗമായാണ് പൂന്തോട്ടം ഒരുക്കിയത്. PTA വൈസ് പ്രസിഡന്റ് സുധീപ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ശിവദാസൻ, സ്കൂൾ വികസന സമിതി കൺവീനർ അരവിന്ദാക്ഷൻ, പ്രിൻസിപ്പൽ ഇൻചാർജ് സീമന്തിനി, അധ്യാപകർ, നാട്ടുകാർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കുടുംബശ്രീ ജില്ലാ മിഷനും പുഞ്ഞിറക്കുളം CDSന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ആരംഭിച്ച ഓണം വിപണന മേള പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ ആദ്യ വിൽപ്പന നിർവഹിച്ചു. പഞ്ചായത്തിലെ വിവിധ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ വിപണനമേളയിൽ വിൽപ്പന നടത്തുന്നുണ്ട്. മേള ഉത്രാടം നാൾ വരെ തുടരും. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിഷാർ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു ടീച്ചർ, വാർഡ് മെമ്പർ ഇന്ദിര പ്രഭുലൻ, കുടുംബശ്രീ ബ്ലോക്ക് കോർഡിനേറ്റർ MJ സരിക, CDS ചെയർപേഴ്സൺ ഗിരിജ രാജൻ, CDS മെമ്പർമാരായ സുജിന യൂസഫ്, കോമളം ശശിധരൻ, മണി ബാഹുലയൻ, ജയന്തി ദേവൻ തുടങ്ങിയവരും സംബന്ധിച്ചു. ഗുരുവായൂർ ക്ഷേത്ര പുരാതന നായർ കൂട്ടായ്മ ചിങ്ങ മഹോത്സവ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തിരുവോണ കൂട്ടായ്മ സംഘടിപ്പിച്ചു. രുക്മണി റീജൻസിയിൽ നടന്ന കൂട്ടായ്മ ഗുരുവായൂർ ക്ഷേത്രമൂരാളൻ മല്ലേശ്വരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മ പ്രസിഡന്റ് KT ശിവരാമൻ നായർ അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ ശോഭ ഹരിനാരായണൻ മുഖ്യാതിഥിയായി. നിർമ്മല നായ്ക്കത്ത്, ഗുരുവായൂർ ജയപ്രകാശ്, പ്രമോദ് കൃഷ്ണ എന്നിവരെ പൊന്നാട ചാർത്തി അനുമോദിച്ചു. കൂട്ടായ്മ സെക്രട്ടറി അനിൽ കല്ലാറ്റ്, കോർഡിനേറ്റർ രവി ചങ്കത്ത്, ശ്രീധരൻ മാമ്പുഴ, ബാലൻ വാർനാട്ട്, ശശി കേനാടത്ത്, ജയറാം ആലക്കൽ, IP രാമചന്ദ്രൻ, ഡോക്ടർ സോമസുന്ദരൻ എന്നിവർ സംസാരിച്ചു. ഓണവിരുന്നുമുണ്ടായിരുന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് CCTV. അടുക്കളത്തോട്ടം ഒരുക്കുന്നതിനായി പുത്തൻ കടപ്പുറം GFUP സ്കൂളിൽ കുന്നോളം നൽകട്ടെ പൊന്നിൻ ചിങ്ങം പദ്ധതിക്ക് തുടക്കം കുറിച്ചു. PTA പ്രസിഡന്റ് അബീന വിത്ത് വിതച്ച് ഉദ്ഘാടനം ചെയ്തു. വിഷരഹിത പച്ചക്കറി മാത്രം വിദ്യാർത്ഥികൾക്ക് നൽകുന്ന പദ്ധതിയിൽ പ്രധാന അധ്യാപിക PK റംല മുഖ്യപ്രഭാഷണം നടത്തി. രക്ഷിതാക്കളും പങ്കെടുത്തു. മറ്റ് വാർത്തകളിലേക്ക്. യൂത്ത് കോൺഗ്രസ് വേലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തയ്യൂരിലെ യുവ കലാകാരൻ അഖിലേഷ് തയ്യൂരിനെ ആദരിച്ചു. യൂത്ത് കോൺഗ്രസ് വേലൂർ മണ്ഡലം പ്രസിഡന്റ് MG വിവേക് മൊമന്റോ നൽകി. മണ്ഡലം വൈസ് പ്രസിഡന്റ് മറഡോണ പീറ്റർ, മണ്ഡലം സെക്രട്ടറിമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. വയനാട് ദുരിതബാധിതർക്ക് തണലൊരുക്കാൻ AIYF ജില്ലാ കമ്മിറ്റി ആദ്യഘട്ടം സമാഹരിച്ച 15 ലക്ഷം രൂപ കൈമാറി. AIYF സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിച്ച 10 വീടുകളുടെ നിർമ്മാണത്തിനായി ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ നിന്നും സമാഹരിച്ച 15 ലക്ഷം രൂപ ആദ്യഘട്ടമെന്ന നിലയിൽ ജില്ലാ ഭാരവാഹികൾ സംസ്ഥാന സെക്രട്ടറി T ജിസ്മോന് കൈമാറി. റവന്യൂ മന്ത്രി K രാജൻ, CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, സംസ്ഥാന കൗൺസിൽ അംഗം VS സുനിൽകുമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, AIYF സംസ്ഥാന പ്രസിഡന്റ് N അരുൺ, ജില്ലാ സെക്രട്ടറി പ്രസാദ് പറേരി, പ്രസിഡന്റ് ബിനോയ് ഷബീർ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കനിഷ്കൻ വല്ലൂർ, TP സുനിൽ, മിനി ഷാജി, VK വിനീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. വയനാട് ദുരന്തം ഉണ്ടായതു മുതൽ ദുരിതബാധിതർക്കു വേണ്ടി സഹായഹസ്തവുമായി ജില്ലയിലെ AIYF പ്രവർത്തകർ കർമ്മനിരതരായിരുന്നു. സംസ്ഥാന കമ്മിറ്റി 10 വീട് നിർമ്മിച്ച് നൽകുന്ന പദ്ധതി പ്രഖ്യാപിച്ചതു മുതൽ കഴിഞ്ഞ 30 ദിവസമായി ജില്ലയിലെ 15 മണ്ഡലങ്ങളിലും വ്യത്യസ്തങ്ങളായ ചലഞ്ചുകൾ നടത്തിയാണ് 15 ലക്ഷം സമാഹരിച്ചത്. CCTV ന്യൂസ്, കേച്ചേരി. ആശാ വർക്കേഴ്സ് യൂണിയൻ CITU വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് എരുമപ്പെട്ടി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് മാർച്ചും ധർണയും നടത്തി. എരുമപ്പെട്ടി സ്കൂൾ പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ CITU ഏരിയ സെക്രട്ടറിയും പഞ്ചായത്ത് പ്രസിഡന്റുമായ S വസന്തലാൽ ഉദ്ഘാടനം ചെയ്തു. ആശാവർക്കർ CITU യൂണിയൻ വടക്കാഞ്ചേരി ഏരിയ പ്രസിഡന്റ് ലില്ലി വിൻസൻ അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിലർ ഷീല മുരളി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ
പി പ്രീതി, വടക്കാഞ്ചേരി യൂണിയൻ ജോയിന്റ് സെക്രട്ടറി സുജാത ശ്രീനിവാസൻ, ആശാ വർക്കർ റോസി പോൾ തുടങ്ങിയവർ സംസാരിച്ചു. വയനാടിന്റെ അതിജീവിതത്തിന് സമത കുന്നംകുളത്തിന്റെ അംഗങ്ങളിൽ നിന്ന് സമാഹരിച്ച ദുരിതാശ്വാസ നിധിയിലേക്കുള്ള 7 ലക്ഷം രൂപ കൈമാറി. ദുബൈയിൽ നടന്ന ഓർമ്മ സെൻട്രൽ സമ്മേളനത്തിൽ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ ആലത്തൂർ MP-യുമായ PK ബിജുവിന് തുക കൈമാറി. സമത സെൻട്രൽ സെക്രട്ടറി സൈഫുദ്ദീൻ, പ്രസിഡന്റ് സുശീൽ കുമാർ, ട്രഷറർ നൌഷാദ്, സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ സിദ്ധാർത്ഥൻ, ഷാജൻ, അനീഷ്, സലിൻ ബാബു എന്നിവർ പങ്കെടുത്തു. ചാവക്കാട് പുത്തൻ കടപ്പുറം ജുമാ മസ്ജിദിന് സമീപത്ത് MLAയുടെ പ്രത്യേക വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച മിനി മാസ്റ്റലേറ്റ് NK അക്ബർ സ്വിച്ച് ഓൺ ചെയ്തു. ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ PS അബ്ദുൾ റഷീദ്, ഷാഹിന സലീം, ബുഷ്ര ലത്തീഫ്, AV മുഹമ്മദ് അൻവർ, പ്രസന്ന രണദേവെ, കൌൺസിലർ MR രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. വൈസ് ചെയർമാൻ KK മുബാറക് സ്വാഗതവും വാർഡ് കൌൺസിലർ ഷാഹിദ പേള നന്ദിയും പറഞ്ഞു. കുന്നംകുളം നഗരസഭാ കോമ്പൗണ്ടിൽ നിന്ന് വൈദ്യുത ലൈനിന് മുകളിലേക്ക് ചാഞ്ഞ അപകട ഭീഷണിയായ മരം മുറിച്ചുമാറ്റി. നഗരസഭാ ആരോഗ്യ വിഭാഗത്തിന്റെയും KSEB ജീവനക്കാരുടെയും നേതൃത്വത്തിലാണ് മരം മുറിച്ചുമാറ്റിയത്. കഴിഞ്ഞ ഒരാഴ്ചയായി നഗരസഭാ കോമ്പൗണ്ടിൽ നിന്ന് സമീപത്തെ വൈദ്യുത ലൈനിലേക്ക് ചാഞ്ഞ നിലയിലാണ് പൂമരം നിന്നിരുന്നത്. ഏത് നിമിഷവും കടപുഴകി വീഴാറായ മരം ശക്തമായ മഴയിലും കാറ്റിലും സമീപത്തെ വൺവേയിലെ വാഹനയാത്രക്കാർക്കും വൈദ്യുത ലൈനിനും അപകട ഭീഷണിയായ സാഹചര്യത്തിലാണ് മുറിച്ചുമാറ്റാൻ നഗരസഭാ ആരോഗ്യ വിഭാഗവും KSEB അധികൃതരും രംഗത്തെത്തിയത്. ജോൾസൺ വേലൂരിന് ശില്പനിർമ്മാണം ജീവിതത്തെ ക്രിയാത്മകവും ഭക്തിസാന്ദ്രമാക്കുകയും ചെയ്യുന്ന സർഗചേതനയാണ്. മരിയൻ ഭക്തനായ ജോൾസണ പുതുതായി നിർമ്മിച്ച മാലാഖ ശില്പം ജീവിതമാർഗത്തോടൊപ്പം ആത്മസാക്ഷാത്കാരം കൂടിയാണ്. നിതീഷ് തയ്യാറാക്കിയ റിപ്പോർട്ട്. എണ്ണം പറഞ്ഞ ശില്പികളും ചിത്രകാരന്മാരും സർഗാത്മക സൃഷ്ടിക്കാൻ ഏറെ സംഭാവന നൽകിയ നാടാണ് വേലൂർ. പ്രശസ്ത ശില്പി ജോൺസൺ വേലൂരിന്റെ മകനായ ജോൾസൺ ശില്പനിർമ്മാണത്തിൽ ചെറുപ്രായത്തിലെ കഴിവ് തെളിയിച്ച ആളാണ്. പിതാവിൽ നിന്നും ശില്പനിർമ്മാണത്തിന്റെ പാഠങ്ങൾ അറിഞ്ഞു വളർന്നതുകൊണ്ട് ശില്പനിർമ്മാണം ജീവിതത്തിന് ആനന്ദം കൂടിയാണ് നൽകുന്നത്. 2 ചിറകുകൾ വിഹായസിലേക്ക് ഉയർത്തി നിൽക്കുന്ന 3.5 അടി വലിപ്പമുള്ള മാലാഖയുടെ ശില്പമാണ് ജോൾസൺ നിർമ്മിച്ചിട്ടുള്ളത്. കമ്പികൾ കൊണ്ട് ഏകദേശ രൂപം തയ്യാറാക്കുകയും പിന്നീട് കളിമണ്ണ് കൊണ്ട് പൂർണ്ണരൂപം തയ്യാറാക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഫൈബർ ഗ്ലാസിൽ മോൾഡ് എടുത്ത ഫൈബറിലാണ് ശില്പം വാർത്തെടുത്തിരിക്കുന്നത്. ശില്പത്തിന് സ്വർണ്ണ നിറമാണ് നൽകിയിട്ടുള്ളത്. 2 ചിറകുകൾ വിരിച്ചു നിൽക്കുന്ന മാലാഖയുടെ വലതുകൈയിൽ ചുരുണ്ട സർപ്പത്തെ പിടിച്ചിരിക്കുന്നത് ശില്പത്തിന്റെ ഒരു സവിശേഷതയാണ്. ഗ്രീക്ക് പുരാണ ഇതിഹാസത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ മാലാഖ ശില്പം തയ്യാറാക്കിയിരിക്കുന്നത്. പാലക്കാട് എലപ്പുള്ളി ഹൈജിയ എന്ന സ്ഥാപനത്തിനു വേണ്ടിയാണ് ശില്പം ഒരുക്കിയിരിക്കുന്നത്. ശില്പത്തിന് പിതാവിന്റെ മിക്ക ശില്പങ്ങൾക്കും നൽകിയ നിറം കൊടുക്കുന്നതിലൂടെ പിതാവിന്റെ സ്മരണ കൂടിയാണ് ജോൾസൺ ശില്പനിർമ്മാണത്തിലൂടെ പങ്കുവയ്ക്കുന്നത്. CCTV ന്യൂസ് വേലൂർ. വയനാട് ദുരിതബാധിതരെ സഹായിക്കാൻ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ നടത്തിയ പ്രവർത്തനം മാതൃകാപരമെന്ന് ഗുരുവായൂർ MLA NK അക്ബർ അഭിപ്രായപ്പെട്ടു. വടക്കേക്കാട് യൂണിറ്റ് പെൻഷൻകാരിൽ നിന്ന് CMDRF-ലേക്ക് സമാഹരിച്ച 2,68,000 രൂപ MLA ഏറ്റുവാങ്ങി സംസാരിക്കുകയായിരുന്നു. ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് K ലത്തീഫ് അധ്യക്ഷത വഹിച്ചു. KSSPU ജില്ലാ കമ്മിറ്റി അംഗം KT ശ്രീനിവാസൻ, ബ്ലോക്ക് പ്രസിഡന്റ് PV ബാലചന്ദ്രൻ, സെക്രട്ടറി KV രാമകൃഷ്ണൻ, PV അബൂബക്കർ, AK സലിംകുമാർ, ഉഷ ടീച്ചർ എന്നിവർ സംസാരിച്ചു. ആദ്യ ഗഡുവായി 25,000 രൂപ നൽകിയിരുന്നു. ആകെ 2,93,000 രൂപ KSSPU യൂണിറ്റ് മുഖ്യമന്ത്രിയുടെ വയനാട് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നൽകി. സെക്രട്ടറി PK റോസിലി സ്വാഗതവും ട്രഷറർ KC തോമസ് നന്ദിയും പറഞ്ഞു. നാഷണൽ ആയുഷ് മിഷൻ, ആയുഷ് ഹോമിയോ വകുപ്പ്, കാട്ടകാമ്പാൽ പഞ്ചായത്ത് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ വയോജന ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് നടന്നു. ജെറൂസലേം JPS ഹാളിൽ നടന്ന ക്യാമ്പ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബബിത ഫിലോയുടെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു മനോഹരൻ, ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NK ഹരിദാസ്, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഷീജ സുഗതൻ, മിൻഡോ റെനി, പഞ്ചായത്ത് മെമ്പർ രാജി സോമൻ എന്നിവർ സംസാരിച്ചു. കാട്ടകാമ്പാൽ ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നിഖിൽ ജോസ് ഫ്രാൻസിസ് പദ്ധതി വിശദീകരണം നടത്തി. വാർദ്ധക്യകാല രോഗങ്ങളെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസും നയിച്ചു. വാർഡ് മെമ്പർ യദുകൃഷ്ണ, വടക്കേക്കാട് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രമ്യ ജേക്കബ്, ഡോക്ടർ അഖില, ഡോക്ടർ സുസ്മിൻ, പഴഞ്ഞി CHCയിലെ ജീവനക്കാർ, ആശാവർക്കർമാർ, ഡിസ്പെൻസറി ജീവനക്കാരായ ബേബി, ശ്രുതി എന്നിവർ സംബന്ധിച്ചു. പഴഞ്ഞി CHC സഹകരണത്തോടെ സൗജന്യ നേത്രപരിശോധനയും രക്തപരിശോധനയും നടത്തി.
അഹമ്മദിയ യുവജന സംഘടനാ ജില്ലാ ഭാരവാഹികൾ ആളൂരിലെ സെന്റർ സന്ദർശിച്ചു. അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ യുവജന സംഘടനയായ മജ്ലിസ് ഗുദാമുൽ അഹമ്മദിയയുടെ തൃശൂർ പാലക്കാട് ജില്ലാ പ്രസിഡന്റായ എം റിഷാദ് ആലനല്ലൂർ, ജില്ലാ സെക്രട്ടറി താരിഖ് അഹമ്മദ്, ട്രഷറർ അമീർ അലി എന്നീ ഭാരവാഹികളാണ് ആളൂരിലെ അഹമ്മദിയ മുസ്ലിം മിഷൻ ഹൌസ് സന്ദർശിച്ചത്. സെപ്റ്റംബർ 21-22 തീയതികളിൽ കണ്ണൂരിലെ കൂടാളിയിൽ വെച്ച് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടതിന്റെ ആവശ്യകതയും യുവജന സംഘടനകൾ പ്രാദേശിക തലത്തിൽ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ജില്ലാ പ്രസിഡന്റ് എം റിഷാദ് ആലനല്ലൂർ വിശദീകരിച്ചു. അഹമ്മദിയ മുസ്ലിം മിഷൻ ഹൌസിലെത്തിയ ഭാരവാഹികൾക്ക് സ്വീകരണവും നൽകി. പുന്നയൂർ പഞ്ചായത്തിലെ 230 നമ്പർ റേഷൻ കടയിൽ കെ സ്റ്റോർ പ്രവർത്തനം ആരംഭിച്ചു. പുന്നയൂർ 230 നമ്പർ ശാന്തിനി രവീന്ദ്രന്റെ ലൈസൻസിലുള്ള റേഷൻ കടയിലാണ് കെ സ്റ്റോർ പ്രവർത്തനം ആരംഭിച്ചത്. പുന്നയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ കെ സ്റ്റോറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് മെമ്പർ AC ബാലകൃഷ്ണൻ, റേഷനിംഗ് ഇൻസ്പെക്ടർ KN ബിനി, റേഷൻ കട ലൈസൻസി ശാന്തിനി രവീന്ദ്രൻ, പൊതുപ്രവർത്തകരായ TM വിക്രമൻ, PC ഹൈദ്രോസ്, ബാനിഷ് എന്നിവർ പങ്കെടുത്തു. കേരള നാഷണൽ ആയുഷ് മിഷൻ വയോജനങ്ങൾക്കായി കടവല്ലൂർ പഞ്ചായത്തിൽ ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് നടത്തി. കരിക്കാട് CG ഹാളിൽ നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ പത്മം വേണുഗോപാൽ നിർവഹിച്ചു. പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയകുമാർ പൂളയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് മെമ്പർമാരായ സൗദ, ബിന്ദു ധർമ്മൻ, കടപ്പുറം ഹോമിയോ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുഹാന, പെരുമ്പിലാവ് ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നിസമോൾ എന്നിവർ സംസാരിച്ചു. ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു. കടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പെൺകുട്ടികൾക്കായുള്ള ശുചിമുറി ബ്ലോക്കിന്റെ ഉദ്ഘാടനം തൃശൂർ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ നിർവഹിച്ചു. ചടങ്ങിൽ പുന്നേർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ അധ്യക്ഷനായി. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗ്രീഷ്മ ഷനോജ്, പുന്നേർകുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EK നിഷാർ, പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു ടീച്ചർ, വാർഡ് മെമ്പർ ഇന്ദിര പ്രഭുലൻ, PTA പ്രസിഡന്റ് V താജുദ്ദീൻ എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പാൾ PS സന്തോഷ് സ്വാഗതവും പ്രധാന അധ്യാപിക NK സുധ നന്ദിയും പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ 15 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ശുചിമുറി പ്രാവർത്തികമാക്കിയത്. കേരള നാഷണൽ ആയുഷ് മിഷൻ വയോജനങ്ങൾക്കായി പോർക്കുളം പഞ്ചായത്തിൽ ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് നടത്തി. ആക്കിക്കാവ് സെന്റ് മേരീസ് കോളേജ് ഹാളിൽ നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K രാമകൃഷ്ണൻ നിർവഹിച്ചു. പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KC കുഞ്ഞൻ അധ്യക്ഷത വഹിച്ചു. പോർക്കുളം ഹോമിയോ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ സ്മിത ജോസഫ്, ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സിന്ധു ബാലൻ, പഞ്ചായത്ത് അംഗങ്ങളായ KA ജ്യോതിഷ്, നിമിഷ വിഗീഷ്, രേഖ ജയറാം, രജനി പ്രേമൻ, HMC മെമ്പർ പ്രവീൺ എന്നിവർ സംസാരിച്ചു. പെരുമ്പിലാവ് എക്സ്ലിയ ലാബിന്റെയും റൈഹാൻ ഒപ്റ്റിക്കൽസിന്റെയും സഹകരണത്തോടെ നടത്തിയ ക്യാമ്പിൽ രക്തപരിശോധനയും കാഴ്ച പരിശോധനയും മരുന്ന് വിതരണവും ഉണ്ടായിരുന്നു. വെസ്റ്റ് മങ്ങാട് മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളിയുടെ 70ാം വാർഷിക പെരുന്നാളിന് കൊടിയേറി. സെപ്റ്റംബർ 14-15 തീയതികളിലായാണ് പെരുന്നാൾ ആഘോഷിക്കുന്നത്. പള്ളിക്ക് കീഴിലുള്ള മാർ ഗീവർഗീസ് സഹദ കുരിശുപള്ളിയുടെയും എൽദോ ബസേലിയോസ് കുരിശുപള്ളിയുടെയും പെരുന്നാളിന്റെ ഭാഗമായുള്ള കുർബാനയ്ക്കും പ്രദക്ഷിണത്തിനും ശേഷം ഇടവക വികാരി ഫാദർ സൈമൺ വാഴപ്പിള്ളി പെരുന്നാൾ കൊടിയേറ്റം നടത്തി. പള്ളി കൈസ്ഥാനി ജോൺ വർഗീസ്, സെക്രട്ടറി സ്റ്റീഫൻ പുലിക്കൂട്ടിൽ എന്നിവരടങ്ങിയ മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. പെരുന്നാൾ ദിവസങ്ങളിൽ നടക്കുന്ന സന്ധ്യാപ്രാർത്ഥനയ്ക്കും വിശുദ്ധ കുർബാനയ്ക്കും കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പോലീത്ത മുഖ്യ കാർമ്മികത്വം വഹിക്കും. അഞ്ഞൂർ സെന്റ് ജോർജ് മലങ്കര കത്തോലിക്ക പള്ളിയിൽ കഴിഞ്ഞ 8 ദിവസമായി നടന്നു വന്നിരുന്ന 8 നോമ്പാചരണം സമാപിച്ചു. 8ാം ദിനം ദേവമാതാവിന്റെ ജനന തിരുനാൾ ആചരിച്ചു. കച്ചിത്തോട് മലങ്കര കത്തോലിക്ക പള്ളി വികാരി ഫാദർ ബാബു മാത്യൂസ് മണ്ടുമ്പാലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന നടത്തി. ആഘോഷമായ റാസയ്ക്ക് കല്ലുംപുറം മലങ്കര കത്തോലിക്ക പള്ളി വികാരി ഫാദർ ബിജു ഇടയാലിക്കുടിയിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വികാരി ഫാദർ ജോസഫ് താഴ്ത്തേതിൽ നേതൃത്വം നൽകി. പുന്നേർകുളം സെവൻസ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ഭവന നിർമ്മാണ പദ്ധതിയായ സ്നേഹഭവനം 2ന്റെ സമർപ്പണവും താക്കോൽദാനവും ബുധനാഴ്ച രാവിലെ 9 മണിക്ക് ഗുരുവായൂർ ACP TS സിനോജ് നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ പുന്നേർകുളത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രോഗിയും നിർധന കുടുംബാംഗവുമായ പരൂർ സ്വദേശിക്ക് വേണ്ടിയാണ് സെവൻസ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ 2ാമത് ഭവന നിർമ്മാണം ആരംഭിച്ചിട്ടുള്ളത്. സെവൻസ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ സുമനസ്സുകളിൽ നിന്നും സമാഹരിക്കുന്ന ഫണ്ട് ഉപയോഗിച്ചാണ് ഭവന നിർമ്മാണം നടത്തിയത്. ഫേസ്ബുക്കിലൂടെയും വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയും അറിയിപ്പ് നൽകിയാണ് ഭവന നിർമ്മാണ ഫണ്ട് സമാഹരിക്കുന്നത്. ഇത്തരത്തിൽ സൗജന്യമായി കിട്ടിയ 5 സെന്റ് സ്ഥലത്താണ് വീട് നിർമ്മിച്ചിട്ടുള്ളത്.
17.5 ലക്ഷം രൂപ ചെലവിലാണ് വീട് നിർമ്മാണം നടത്തിയിട്ടുള്ളത്. ബാത്റൂമോടുകൂടി 2 കിടപ്പുമുറികളും വരാന്ത, വിശാലമായ ഹാളും അടുക്കളയും അടക്കം 1000 സ്ക്വയർ ഫീറ്റിലാണ് സ്നേഹഭവൻ നിർമ്മിച്ചിട്ടുള്ളത്. ഭാവിയിൽ മുകളിലേക്കെടുക്കുന്ന തരത്തിൽ സ്റ്റെയർകേസുകൾ വീടിനുള്ളിൽ തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. പാട്ടുകാരനും ചാരിറ്റി പ്രവർത്തകനുമായ സലീം കോടത്തൂർ, മകൾ ഹന്ന സലീം, പുന്നിയൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ, മഹല്ല് ഖത്തീബ് അഹമ്മദുൽ കബീർ സഖാഫി, വിദ്യാഭ്യാസ പരിശീലകൻ റംഷാദ് സൈബർ മീഡിയ, മലേഷ്യൻ മലയാളി കൂട്ടായ്മ അംഗം ഡോക്ടർ നൌഫൽ അലി തുടങ്ങി മഹല്ല് ഭാരവാഹികളും ചാരിറ്റി പ്രവർത്തകരും പൊതുസംഘടനാ പ്രവർത്തകരും പങ്കെടുക്കും. സെവൻസ് ഗ്രൂപ്പ് ചെയർമാൻ ഷിബു കെ മുഹമ്മദ്, കൺവീനർ ഷക്കീർ വാക്കത്തി, സെവൻസ് ഗ്രൂപ്പ് മെമ്പർമാരായ ഫൈസൽ വൈലായിൽ, അമീൻ പാവൂരയിൽ, അലി എളയമാറ്റിൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ദൈവാനുഗ്രഹം കൊണ്ട് നമുക്കൊരു സഹോദരി 5 സെന്റ് ഭൂമി അവർക്ക് വേണ്ടി സ്പോൺസർ ചെയ്യുകയും നമ്മൾ അത് വെച്ച് ഫെബ്രുവരി 5-ാം തീയതി നമ്മൾ പണി തുറന്നു കൊടുക്കുകയുണ്ടായി. അതിനെ നമ്മളൊരു 200 സ്ക്വയർ ഫീറ്റ് ഉദ്ദേശിച്ചത്. പിന്നെ നമുക്കിത് കൂടി പൂർത്തിയാക്കുമ്പോഴേക്കും ഒരു 1000 സ്ക്വയർ ഫീറ്റിന്റെ നല്ലൊരു ഭവനം, 5 സെന്റ് വീടും 1000 സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീട് ഇപ്പോൾ പണി പൂർത്തീകരിച്ച് നാളെ നമ്മളത് കൈമാറുകയാണ്. ഏകദേശം 5 മാസം കൊണ്ട് ഫെബ്രുവരി 5-ാം തീയതി തുടങ്ങി ഇപ്പോൾ നാളെ 10-ാം തീയതി. ഇവർക്ക് പുറമെ ഫൈസൽ എളയമാട്ടിൽ, അൻഫാസ് കെ മുഹമ്മദ് എന്നിവരടക്കം 4 പേർ നാട്ടിലും 3 പേർ വിദേശത്തുമായിട്ടാണ് സെവൻസ് ഗ്രൂപ്പ് കൂട്ടായ്മ പ്രവർത്തിക്കുന്നത്. CCTV ന്യൂസ്, പുന്നിയൂർക്കുളം. തൃശൂർ മെഡിക്കൽ യൂണിവേഴ്സിറ്റി ലയൺസ് ക്ലബ്ബ് പാലിയേറ്റീവ് കെയർ പദ്ധതിയുടെ ഭാഗമായി വീൽചെയർ നൽകി. പദ്ധതിയുടെ ഉദ്ഘാടനം മുണ്ടത്തിക്കോട് കോടക്കുന്നിൽ മോഹനന് വീൽചെയർ നൽകി ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ KM അഷ്റഫ് നിർവഹിച്ചു. പ്രസിഡന്റ് A സുരേന്ദ്രൻ അധ്യക്ഷനായി. സെക്രട്ടറി രാജശ്രീ സുഗുണൻ, PP സുധീർ, EM ഗിരീഷ്, സ്പോൺസർ MV വിജയൻ എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 6660 രൂപ, പവന് 53280 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 89 രൂപ. ചരമം പാറന്നൂർ ഊട്ടുമഠത്തിൽ വേലായുധൻ മകൻ ഹരിദാസൻ നിര്യാതനായി. 70 വയസ്സായിരുന്നു. സുധ ഭാര്യയാണ്. സുഹിത, കവിത, നിധിൻ എന്നിവർ മക്കളാണ്. സംസ്കാരം ചൂണ്ടൽ ശ്മശാനത്തിൽ നടന്നു. ബ്രഹ്മകുളം ചേലക്കൽ കുമാരൻ നിര്യാതനായി. 87 വയസ്സായിരുന്നു. രാധ ഭാര്യയാണ്. പ്രസന്ന, സുരേഷ് കുമാർ, രമേഷ് കുമാർ, ദിനേഷ് കുമാർ, രാജേഷ് കുമാർ എന്നിവർ മക്കളാണ്. സംസ്കാരം നടത്തി. കൂനമുച്ചി ജവാൻ റോഡ് തോലത്ത് പറമ്പിൽ കുഞ്ഞാപ്പു മകൻ മനോഹരൻ നിര്യാതനായി. 56 വയസ്സായിരുന്നു. CCTVയുടെ ചൂണ്ടൽ ഫ്രണ്ട്സ് ആൻഡ് സഞ്ജയ് കേബിൾ നെറ്റ്വർക്കിലെ ജീവനക്കാരി ശാന്തയാണ് ഭാര്യ. സംസ്കാരം ബുധനാഴ്ച രാവിലെ 10-ന് ചൂണ്ടൽ പഞ്ചായത്ത് ശ്മശാനത്തിൽ നടക്കും. കുന്നംകുളം കാണിയാമ്പാൽ പേരോത്ത് ലെയിനിൽ കോലാടിപ്പറമ്പിൽ പരേതനായ ചാത്തുക്കുട്ടി മകൻ ശങ്കരൻ നിര്യാതനായി. 77 വയസ്സായിരുന്നു. കമലയാണ് ഭാര്യ. സതീദേവി, അജിത് കുമാർ, പരേതയായ രതിദേവി, അനിൽകുമാർ എന്നിവർ മക്കളാണ്. സംസ്കാരം ബുധനാഴ്ച രാവിലെ 10 മണിക്ക് ഗുരുവായൂർ നഗരസഭ കോട്ടപ്പടി വാതക ശ്മശാനത്തിൽ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുന്നംകുളം ബസ് സ്റ്റാൻഡിലെ വൈദ്യുതി തൂണുകളിൽ പരസ്യ ബോർഡ് സ്ഥാപിക്കുന്നതിന് അനുമതി നൽകിയതിൽ അഴിമതിയെന്ന് ആരോപണം. നഗരസഭാ കൌൺസിൽ യോഗത്തിൽ കോൺഗ്രസ് അംഗങ്ങളുടെ പ്രതിഷേധം. റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് BJP അംഗങ്ങൾ കൌൺസിൽ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. തൃശൂർ കുന്നംകുളം റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ സമരവുമായി DYFI. പൊതുമരാമത്ത് വകുപ്പിന്റെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് ബുധനാഴ്ച PWD ഓഫീസിലേക്ക് DYFI കുന്നംകുളം ഈസ്റ്റ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിക്കും. ചൊവ്വന്നൂർ പുതുശ്ശേരിയിൽ വീടിന് നേരെ ആക്രമണം. വീട്ടുവളപ്പിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷ തല്ലി തകർത്തു. പുതുശ്ശേരി കുറുനെല്ലിപ്പറമ്പ് സ്വദേശി തട്ടാൻ വളപ്പിൽ വീട്ടിൽ മോഹനന്റെ വീടും വീടിന് സമീപത്ത് നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയുമാണ് തല്ലി തകർത്തത്. സംഭവത്തിൽ ഒരാൾ പിടിയിലായതായി സൂചന. ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജിന്റെ സപ്തതി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ആഘോഷ പരിപാടികൾ മന്ത്രി R ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ലോഗോ പ്രകാശനവും ബിരുദദാന ചടങ്ങും മന്ത്രി നിർവഹിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.